ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, സങ്കീർത്തനം 121 ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്: പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നിനക്ക് തണലേകാൻ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യൻ്റെയോ രാത്രിയിൽ പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. വീണ്ടും അവിടുന്ന് നമ്മോട് പറയുകയാണ്: നിന്റെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വ്യാപാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. എൻ്റെ ജീവൻ സംരക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ കാണുകയാണ്. പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് എപ്പോഴും എനിക്ക് കാവലായിട്ടുണ്ട്. എനിക്ക് തണലാകാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. എൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. അവിടുന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധമായി അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സഹായം തരുന്നതും അവിടുന്ന് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ കർത്താവിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ നിരന്തരം ഓർത്തുകൊണ്ടും നമ്മുടെ ജീവിതം ആരംഭിക്കാം. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.